ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലിൻ്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ റെജിയല്ല, നമ്മുടെ റാംജിയും അതുപോലെ തന്നെ പാർവതിയും കൂടി ചേർന്ന് ആ ഒരു തീരുമാനത്തിലെത്താണ്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ആ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റാംജി എന്ന് റാംജിയുടെ ചോദിക്കുമ്പോൾ റാംജി നിനക്ക് എന്താ തോന്നുന്നതെന്ന് പാർവതിയുടെ അടുത്തും ചോദിക്കുകയാണ്. പാർവതി പറയണ്ട, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിവാഹത്തിന് സമ്മതിക്കാം എന്ന് പറയാണ്. അത് തന്നെയാ നല്ലതെന്നാ എനിക്കും തോന്നുന്നത് എന്ന് റാംജിയും പറയുന്നുണ്ട്. അങ്ങനെ പാർവതിയും റാംജിയും കൂടി മാധവത്തിലേക്ക് വന്നിട്ട് ആ ഒരു സന്തോഷ വാർത്ത എല്ലാത്തും പറയാണ്. കനിയുടെയും അതുപോലെ തന്നെ ജോണിന്റെ വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ്, ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്താൽ മതി, ഞങ്ങൾക്ക് സന്തോഷമാണ്, പൂർണ്ണ സമ്മതമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും സരസ്വതിക്ക് ആകെ ഷോക്കാവാണ്. സരസ്വതി ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മി എടുത്ത് പറയുന്നുണ്ട്, എടി ചേട്ടനും ചേച്ചിയും ഈ വിവാഹത്തിന് സമ്മതിച്ചല്ലോ. അതാ ഞാനും ആലോചിക്കണം. അവരൊരിക്കലും സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മൾ എന്താടി ചെയ്യാ? ഇനിയിപ്പോ ഒരു കാര്യം മേരി അടുത്തൊന്ന് സംസാരിച്ചാലോ? ഒരു കാര്യം ചെയ്യാം, ഫോണിൽ കൂടി വേണ്ട, നേരിട്ട് പോയി സംസാരിക്കാം എന്ന് പറയാണ്. അങ്ങനെ സരസ്വതിയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും കൂടി ചേർന്നിട്ട് നേരെ നമ്മുടെ മേരി ടീച്ചറുടെ അടുത്തേക്ക് പോവാണ്. മേരി ടീച്ചറുടെ അടുത്തേക്ക് പോയതിന് ശേഷം മേരി അടുത്ത് പറയുന്നുണ്ട്, അതെ അന്ന് പാർവതി ചേച്ചിയും അതുപോലെ തന്നെ റാംജിയും വീട്ടിലേക്ക് വന്നിരുന്നു. അവരെന്താ പറഞ്ഞത്? അവര് ഈ വിവാഹത്തിന് സമ്മതമാണെന്നാ ഇപ്പൊ പറയണത്. നമ്മുടെ പണിയൊക്കെ പാളിയാലോ, അവര് പൂർണ്ണ സമ്മതത്തോടെ മോളുടെ വിവാഹം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നിങ്ങനെ പറയണം. അപ്പൊ മേരി പറയണ്ട്, നമ്മളുടെ ഇതൊക്കെ ഒരു പ്ലാൻ ആയിരുന്നല്ലോ. ശരിക്കും പറഞ്ഞ വീടിനെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടി കനി പറഞ്ഞൊരു പ്ലാനിന്റെ പുറത്താണല്ലോ നമ്മൾ ഈ നാടകം കളിച്ചത്. ഇതിപ്പോ കളി കാര്യമായോ എന്ന് മേരി ചോദിക്കുമ്പോ സരസ്വതിയും ലക്ഷ്മി പറയുന്നുണ്ട്, അതെ എനിക്കും അത് അറിയാൻ പാടാത്തത്. ഇനി ഇതൊക്കെ വെറും നാടകമാണെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം എന്തായിരിക്കും എന്തോ, അവരുടെ മോളിൽ ചെയ്ത് നമ്മൾ തകർത്തെന്നൊക്കെ പറഞ്ഞ് ഇനി അതിനായിരിക്കും പ്രശ്നം. കനി പറയണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അവര് എന്തായാലും അവരുടെ കാര്യം നോക്കി പോയിക്കോളും. വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും അവർക്കൊരു കുഴപ്പമില്ല. പിന്നെ ഇത് പ്ലാൻ ആണെന്ന് ഇപ്പൊ ആരും അറിയരുത് എന്ന് പറയണം. അപ്പോ സരസ്വതി പറഞ്ഞു, മോളെ അതല്ല, നിന്റെ അച്ഛനും അമ്മയും ഭയങ്കര പ്രതീക്ഷയിലാണ്, നിനക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി പുറപ്പെട്ടിട്ടുണ്ടല്ലോ. അതെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ആ ഗിഫ്റ്റ് നമുക്ക് വീണയുടെയും ജോണിയുടെ വിവാഹത്തിന് അങ്ങ് കൊടുക്കാം എന്ന് പറയണം. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ കല്ലുവിനൊരു സംശയം തോന്നും കേട്ടോ. കല്ലു നമ്മുടെ കനീനെ അപ്പൊ തന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. കനിക്കുനെ, നീ എവിടെയാ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, എന്താടാ? എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറയാണ്. അതിനെന്താ, നമുക്ക് കാണാം എന്ന് പറഞ്ഞാണ്. അങ്ങനെ കല്ലുവിനെ കാണാൻ വേണ്ടി കനി പോകുക കേട്ടോ. അപ്പൊ കല്ലു ചോദിക്കേണ്ട കനിയെടുത്ത്, സത്യം പറ, ഇത് കനിയുടെ ഒരു പ്ലാനിങ് അല്ലേ? പ്ലാനിങ്ങോ? എന്ത് പ്ലാനിങ്? എല്ലാം എനിക്ക് മനസ്സിലായിട്ടോ. വീണേനെയും ജോണിനെയും ഒന്നാക്കിപ്പിക്കാൻ വേണ്ടി കനിയുടെ ഒരു നാടകം. എന്താ സത്യമല്ലേ? ഇതേ CID കല്ലുവാണ്, ഓർമ്മയുണ്ടോ? എന്റെ പൊന്ന് CID സമ്മതിച്ചിരിക്കുന്നു. അതെ, ഇതൊരു ഗെയിമാണ്, ഞങ്ങൾ വെറുതെ അഭിനയിക്കുകയാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് വീണേനെയും അതുപോലെ തന്നെ ജോണിനെയും ഒന്നാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് കനി തുറന്നു പറയാണ്. അതെ, നമ്മൾ കാത്തിരുന്ന മുഹൂർത്തമാണ് നാളെ വരാൻ പോണത്. കനി മാത്രല്ല, എല്ലാവരും കൂടി നാടകം കളിക്കാട്ടോ, ജോണിനെയും അതുപോലെ തന്നെ വീണേനെയും ഒന്നാക്കാൻ വേണ്ടിയിട്ട്. ജോൺ ഇതിലുണ്ട്, ആകെ ഒന്നും അറിയാത്തത് വീണക്ക് മാത്രമാണ്. അങ്ങനെ ഇവരുടെ വിവാഹത്തിന് തലേ ദിവസമാണ് ജോണിനെ വിട്ട് പിരിയാൻ പറ്റുന്ന പറഞ്ഞ നമ്മുടെ വീണ പോയി കെട്ടിപ്പിടിക്കുന്ന ഭാഗമുണ്ടല്ലോ. ആ സമയത്ത് എല്ലാവരും കൈയടിച്ച് അവരുടെ അടുത്തേക്ക് വരുവാണ്. അവരുടെ വിവാഹമാണ് ശരിക്കും നടക്കാൻ പോണേട്ടോ, സുജിയുടെയും രജിയുടെയും. അതേസമയം നമ്മുടെ വീണയുടെയും ജോണിന്റെ വിവാഹമാണ്. അപ്പൊ അവിടെ ഫ്ലെക്സ് വെച്ച് കാണുമ്പോൾ വീണ ഞെട്ടിപ്പോവാണ്. നോക്കുമ്പോൾ ജോണിന്റെയും അതുപോലെ തന്നെ നമ്മുടെ വീണയുടെയും വിവാഹം കേട്ടോ. സന്തോഷിനെ പോലും ആ കാര്യം അറിയാം കേട്ടോ. സന്തോഷം വളരെ സന്തോഷത്തോടു കൂടി തന്നെ വിവാഹത്തിന് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു നാടകത്തിന്റെ തിരശീല വീഴുന്ന ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോണത്. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും നമ്മുടെ കനിയുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, നമ്മുടെ റാംജിയും അതുപോലെ തന്നെ പാർവതിയും, അവർക്ക് ശരിക്കും ഷെയിം ആവും കേട്ടോ. കാരണം അവർക്ക് ഇത് നാടകമാണെന്ന് അറിയില്ലല്ലോ. അവരത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് മോളുടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ടീച്ചറമ്മ സീരിയൽ ഈ ആഴ്ചയല്ല, അടുത്ത ആഴ്ചയാണ് ക്ലൈമാക്സ് ആവണത്. അപ്പോൾ ഇതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവരുടെ വീണയുടെയും ജോണിന്റെ വിവാഹം തന്നെയാണ് നടക്കുന്നത്, അത് 100% ഷുവർ ആണ്. അപ്പൊ കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.